ബംഗളൂരുവിലെ രാമേശ്വരം കഫേ സ്ഫോടനക്കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിരുന്നുവെന്നും അവരിൽ ചിലർ വ്യാജ ഐഡന്റിറ്റിയിലൂടെ ഹിന്ദു പേരുകൾ സ്വീകരിച്ചാണ് കൃത്യം നിർവഹിച്ചത് എന്നുമുള്ള കുറ്റപത്രത്തിലെ പുതിയ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മുസാവിർ ഹുസൈൻ ഷാജിബ്, അബ്ദുൾ മദീൻ അഹമ്മദ് താഹ, മാസ് മുനീർ അഹമ്മദ്, മുസമ്മിൽ ഷെരീഫ് എന്നിവരെ പ്രതികളാക്കിയാണ് കഴിഞ്ഞ ദിവസം NIA കുറ്റപത്രം സമർപ്പിച്ചത്. ഈ സ്ഫോടന കേസിലെ പ്രധാന പ്രതികളായ അഹമ്മദ് താഹയുടെ സഹായത്തോടെ ഹുസാൻ ഷാജിബായിരുന്നു രാമേശ്വരത്തെ കഫയിൽ ബോംബ് വെച്ചത്. കർണാടകയിലെ ഷിമോഗ സ്വദേശികളായ ഇവർ 4 വർഷം മുൻപ് അൽ ഹിന്ദ് മൊഡ്യൂൾ തകർന്നതിന് ശേഷം ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഇവരെ പശ്ചിമ ബംഗാളിൽ നടത്തിയ 40-ലധികം ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് ദേശീയ അന്വേഷണ ഏജൻസി വലയിലാക്കിയത്. ശിവമോഗ ജില്ലയിലെ തീർത്ഥഹള്ളി സ്വദേശികളായ ഇരുവരെയും ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം മുന്നോട്ട് നീങ്ങിയത്. ഇവർ IS തീവ്രവാദികളാണെന്നും സിറിയയിലെ ISIS പ്രദേശങ്ങളിൽ ഹിജ്റ ചെയ്യാൻ നേരത്തെ പദ്ധതി ഇട്ടിരുന്നതായും NIA കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് 1 രാമേശ്വരം കഫേയിൽ സ്ഫോടനം നടത്തുന്നതിന് മുൻപ് 2024 ജനുവരി 22 അയോധ്യയിലെ രാമപ്രതിഷ്ഠാ ദിനത്തിൽ തന്നെ ബംഗളൂരുവിലെ മല്ലേശ്വരത്തുള്ള BJP ഓഫീസ് തകർക്കാനായിരുന്നു ഇവരുടെ പദ്ധതി. 2016 പത്താൻകോട്ടും 2019 പുൽവാമയിലും നിരവധി പേരുടെ ജീവൻ എടുത്തുകൊണ്ട് തീവ്രവാദികൾ നടത്തിയ സ്ഫോടനം പോലെയുള്ള IED മോഡൽ ആക്രമണത്തിലൂടെ ലക്ഷ്യം സാധിക്കാനായിരുന്നു ഇവരുടെ പദ്ധതി. എന്നാൽ ഇവർ നടത്തിയ നീക്കങ്ങളെല്ലാം പാളിപ്പോയതിനാൽ ലക്ഷ്യത്തിൽ നിന്ന് ഇവർ പിന്മാറുകയായിരുന്നു. അതിനുശേഷമാണ് രാമേശ്വരം കഫേയിൽ ഇവർ സ്ഫോടനം നടത്തിയത്. ആ സ്ഫോടനത്തിൽ കസ്റ്റമേഴ്സായ 10ഓളം പേർക്കും ജീവനക്കാർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സ്ഫോടക വസ്തുക്കൾ നിറച്ച ബാഗ് കഫേയുടെ പല സ്ഥലങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ടായിരുന്നു ആക്രമണം നടത്തിയത്. ഹിന്ദു പേരിൽ വ്യാജ ഐഡന്റിറ്റി ഉണ്ടാക്കിയ ഈ തീവ്രവാദികൾ ഇതുപയോഗിച്ച് വ്യാജ സിമ്മുകളും വ്യാജ അക്കൗണ്ടുകളും ഉപയോഗിച്ച് ഡാർക്ക് വെബിൽ നിന്ന് ക്രിപ്റ്റോ കറൻസി നേടി അത് ടെലഗ്രാം വഴി സാധാരണ കറൻസിയാക്കി മാറ്റി. ആ ഫണ്ട് ഉപയോഗിച്ചാണ് ഇവർ തീവ്രവാദ പ്രവർത്തനങ്ങളും സ്ഫോടനങ്ങളും നടപ്പിലാക്കിയിരുന്നത്. നിലവിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘടനയിലെ അംഗങ്ങളായ ഇവർ തീവ്രവാദികളുടെ സ്വപ്നഭൂമിയായ സിറിയയിലേക്ക് പോകുവാൻ നീങ്ങുന്നതിനിടയിലാണ് പിടിയിലായത്. നിരപരാധികളായ നിരവധി മുസ്ലിം ചെറുപ്പക്കാരിലേക്ക് മതത്തിൻ്റെ പേരിൽ തീവ്രവാദം കുത്തിവെച്ച് റിക്രൂട്ട് ചെയ്ത് തീവ്രവാദത്തിലേക്ക് അടുപ്പിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു ഇവർ. ബംഗളൂരു കേന്ദ്രമായി മെഹബൂബ് പാഷയുടെയും കടലൂർ ആസ്ഥാനമായി ഗാജ മൊയ്തീൻ്റെയും നേതൃത്വത്തിലുള്ള അൽ ഹിന്ദ് 20 അംഗ ISIS മൊഡ്യൂൾ ബംഗളൂരുവിലെ ഗുരുപ്പൻ പാളയത്തും കർണാടകയിലെ കാടുകളിലും ISIS കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ കൊടുങ്കാടുകളിൽ ഇവരുടെ സാന്നിധ്യമുണ്ടെന്നും അവിടെയൊക്കെ എങ്ങനെ പാർക്കാമെന്ന് വീരപ്പൻ്റെ പുസ്തകങ്ങൾ വാങ്ങി പഠിച്ച് അവർ പരിശീലനം നേടി. അവിടെയുള്ള ഹൈന്ദവ രാഷ്ട്രീയ നേതാക്കൾ, പോലീസ് ഉദ്യോഗസ്ഥർ, സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയ ഉന്നത വ്യക്തികളെ കൊലപ്പെടുത്തുവാനുള്ള ശക്തമായ നീക്കങ്ങൾ നടത്തുകയായിരുന്നു ഇവർ എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്.